ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാനൊരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിനടുത്ത് തന്നെ മറ്റൊരു സർക്കിളും കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സർക്കിളിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. രണ്ട് ലൈൻസ് വരച്ചിട്ട് ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, രണ്ട് ലൈൻസ് വരച്ച് സർക്കിളൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പ്രൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് 45 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഇനിയും ഡിവൈഡ് ചെയ്തെടുക്കണം, ഈ സർക്കിൾ. അതിന് വേണ്ടിയിട്ടാണ് മറ്റു രണ്ട് ലൈൻസും കൂടി വരച്ചിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് സർക്കിൾ. ഇപ്പോൾ ഇനി കാണുന്ന പോലെ താഴോട്ട് രണ്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. താഴെ നിന്ന് മുകളിലോട്ടും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ലൈൻസ് വരച്ചെടുക്കുന്ന ലൈൻസിൻ്റെ ഏകദേശം സെൻറ്റർ കഴിഞ്ഞിട്ട് സെൻറ്ററിനേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ലൈൻസ് വരച്ചെടുക്കുന്നത്. ഇത് തന്നെ നമ്മൾ 4 സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഒരു സ്റ്റാർ ഫോം ചെയ്യുന്ന പോലെ 4ാമത്തെ സൈഡാണ് വരയ്ക്കുന്നത്. അവിടെയും 2 ലൈൻസ് വരച്ചിട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് കളർ ചെയ്തെടുക്കേണ്ട ഭാഗമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 4 ഭാഗത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത മാർക്ക് ചെയ്ത ഭാഗത്തും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിലും കളർ ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുകയാണ്. ആൾട്ടർനേറ്റീവായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആൾട്ടർനേറ്റീവായിട്ട് കളർ ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ലൈൻസ് എറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റിയൊരു ജോമെട്രിയാണ്.